ഉത്തരം പരിപാടിയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരുപിടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ പ്രാർത്ഥനകളും മാത്രമല്ല. ക്രൈസ്തവ വിശ്വാസം അത് ജീവിക്കാനുള്ളതാണ്, ജീവിതത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതുമാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണെന്ന് നിങ്ങളുടെ സ്നേഹം മുഖാന്തരമായി ലോകം അറിയുമെന്ന്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിശാലമായ ദർശനത്തില് വിശ്വാസം എങ്ങനെയാണ് ജീവിക്കുന്നത്, അത് നമ്മുടെ നിത്യജീവിതത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഉത്തരം പരിപാടി ഈ സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട്. ഉത്തരം പരിപാടിയിലേക്ക് ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് രാമനാഥപുരം രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ മാർ പോൾ ആലപ്പാട്ട് പിതാവാണ്. പിതാവെ, അങ്ങേക്ക് സ്വാഗതം. പലപ്പോഴും പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ടല്ലോ. ചില കത്തുകൾ അങ്ങനെയും കൂടെ ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. ആദ്യത്തെ കത്ത് ഞാൻ വായിക്കുന്നത് അത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമായി എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പേര് വായിക്കുന്നില്ല, കത്ത് വായിക്കാം. പിതാവിന് അവരെഴുതുന്ന ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം മാനസിക വേദന അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാനൊരു ഹൈന്ദവ സമുദായത്തിലെ പെൺകുട്ടിയായിരുന്നു. ആദ്യം ഹൈന്ദവ ആചാരപ്രകാരം വിവാഹിതയായി. എന്നാൽ വളരെയധികം മദ്യപാനിയും പരസ്ത്രീ ബന്ധമൊക്കെയുള്ള മോശമായ ഒരു വ്യക്തിയായിരുന്നു ഭർത്താവ്. അത് വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു. അതിലവർക്കൊരു കുട്ടിയുണ്ട്. പിന്നീട് അവര് വിശ്വാസത്തിലേക്ക് വരികയും മാമോദിസ സ്വീകരിച്ച് അവരും കുഞ്ഞും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. പിന്നീട് അവരൊരു യാക്കോബായ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൻ്റെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഭാര്യ മരിച്ചു പോയിരുന്നു. അതിൽ അദ്ദേഹത്തിന് 2 വയസ്സും 10 വയസ്സുമുള്ള 2 മക്കളുണ്ട്. ഇങ്ങനെ ഇരിക്കെ വിവാഹത്തിന് ശേഷം ഭർത്താവ് പെന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് പോയി. ഇപ്പോൾ അവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. എനിക്ക് കത്തോലിക്ക സഭയിൽ ഈശോയെ സ്വീകരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭർത്താവിന് പരിപൂർണ സമ്മതവുമാണ്. എനിക്ക് പെന്തക്കോസ്ത് സഭയിൽ ചേരാൻ താല്പര്യമില്ലാത്തതിനാൽ വിവാഹം രജിസ്റ്റർ വിവാഹമായിരുന്നു ഇവരുടേത്. ആയതിനാൽ കുഞ്ഞിന് മാമോദിസ കൊടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എനിക്ക് കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. എന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അവരെഴുതിയിരിക്കുന്നത്, ഞാൻ മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. ഞാൻ കടുത്ത നിരാശയിലും ദുഃഖത്തിലുമാണ്. എനിക്കൊരു ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന് മാമോദിസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പിതാവിനോട് അവർ ഒരു ഉപദേശം ചോദിക്കുന്നത്. ഇവിടെ ഈ എഴുത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, കത്തോലിക്കയായി തീർന്നതിന് ശേഷം സഭയുടെ നിയമപ്രകാരമല്ലാതെ ഇവള് യാക്കോബായ സഭയിൽ പെട്ട ഒരാളായിട്ട് കല്യാണം കഴിച്ചു. അപ്പോൾ സഭയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടുള്ള ചെയ്തത്, രജിസ്റ്റർ വാങ്ങി ചെയ്തത്. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു പെന്തക്കോസ്ത സഭയിലേക്ക് ഇയാള് പോയി എന്നുള്ളതാണ്. അപ്പോൾ സഭാ നിയമത്തിന് വിരുദ്ധമായി രജിസ്റ്റർ മാരേജ് ജീവിക്കുന്നു. അതും കത്തോലിക്ക വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി ജീവിക്കുന്നതിന് ഏറ്റവും എതിർപ്പുള്ള പെന്തക്കോസ്തകാരുമായിട്ട് ജീവിക്കും. അങ്ങനെ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇതിൽ പരിഹരിക്കാവുന്ന ഒന്ന്, വിവാഹം റെക്ടിഫൈ ചെയ്യാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. വിവാഹം റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും പറ്റിയ മാർഗം, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വിവാഹം റെഗുലറൈസ് ചെയ്യുക, അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യുക, ക്രമപ്പെടുത്തുക. അത് ചെയ്യേണ്ടത് ഈ പെന്തക്കോസ്തയിൽ പോയ ആള് അനുവാദം വാങ്ങി കത്തോലിക്ക സഭ സ്വീകരിച്ച് അങ്ങനെ കത്തോലിക്ക സഭയില് കത്തോലിക്ക വിവാഹം പോലെ വിവാഹം നടത്തുക. ഈ പെന്തക്കോസ്ത സഭയിൽ ഭർത്താവും കൂടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച് റെഗുലറൈസ് ചെയ്യുക, സഭയിൽ വിവാഹിതരാകുക, പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുക. അതിന് പെന്തക്കോസ്തക്കാരൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന കാര്യം മിക്സ്ഡ് മാരേജിന്, മിശ്ര വിവാഹത്തിന്റെ ഒരു പ്രൊവിഷനുണ്ട്. കത്തോലിക്കനും അല്ലെങ്കിൽ അകത്തോലിക്കരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള. ഇതിപ്പോ പെന്തക്കോസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോൺ ഓറിയന്റൽ, നോൺ കാത്തലിക്, നോൺ ഓറിയന്റൽ എന്ന രീതിയിൽ നമ്മൾ കാണുക. പൗരസ്ത്യരല്ലാത്ത അകത്തോലിക്കര്. ഇപ്പൊ യാക്കോബായ അല്ലെങ്കിൽ മെത്രാൻകക്ഷി അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മാർത്തോമാലെ കാൾഡിയനൊക്കെ ആണെങ്കിൽ നോൺ കാത്തലിക് ഓറിയന്റൽ ആകും. ഇതിപ്പോ നോൺ കാത്തലിക് നോൺ ഓറിയന്റൽ ആ രീതിയിൽ. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ
കത്തോലിക്കനായി ചേർന്ന് കല്യാണം കഴിക്കാതെ തന്നെ മിക്സ്ഡ് മാരേജിന്റെ പ്രൊവിഷൻ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ബന്ധകോസ്തകാരൻ സ്വീകരിച്ച മാമോദീസ തൃത്വത്തിന്റെ നാമത്തിലാണോ എന്ന് വിലയിരുത്തണം. തൃത്വത്തിന്റെ നാമത്തിലാണെങ്കിൽ സഭ അംഗീകരിക്കും, അല്ലെങ്കിൽ വീണ്ടും ബന്ധകോസ്തകാരൻ മാമോദീസ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് മിശ്ര വിവാഹത്തിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകൾ ചേരാതെ തന്നെ വിവാഹം ഈ പറഞ്ഞ രീതിയിൽ മിക്സ്ഡ് മാരേജിന്റെ അനുവാദം ബിഷപ്പ് ഹൗസിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാം. പക്ഷേ മിശ്ര വിവാഹത്തിന്റെ നിബന്ധനകൾ പാലിക്കേണ്ടി വരും. മിശ്ര വിവാഹത്തിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ബിഷപ്പ് ഹൗസിൽ പോയി അനുവാദം കിട്ടി. അതായത് കത്തോലിക്ക സഭയിൽ വെച്ച് കല്യാണം നടത്തണം, കുഞ്ഞുങ്ങളെ കത്തോലിക്ക വിശ്വാസത്തെ വളർത്തി വലുതാക്കണം, കത്തോലിക്ക പാർട്ടിക്ക് ആളെ എതിര് നിൽക്കാൻ പാടില്ല, കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കാനായിട്ട്. അതാണ് സാധാരണ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ ബിഷപ്പ് ഹൗസിൽ നിന്ന് അവന് അദ്ദേഹത്തിന് അനുവാദം കിട്ടും, ഇവരുടെ വിവാഹം റെഗുലറൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കുട്ടിക്ക് മാംസം കൊടുക്കാം. ഇനി അതിന് ഇദ്ദേഹം തയ്യാറായില്ലെങ്കിൽ, ഇദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസമാണ് ഏറ്റവും വലുതെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഇവരായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കത്തോലിക്ക തരത്തിൽ കുട്ടികളെ വളർത്താനായിട്ട് ഇയാൾ തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. ഇനി അതിനും തയ്യാറായില്ലെങ്കിൽ കുട്ടിക്ക് കാറ്റഗിസത്തിന് പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ കത്തോലിക്കരായിട്ടുള്ള ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ബിഷപ്പ് ഹൗസിലേക്ക് അപേക്ഷ വെച്ചാൽ കുട്ടിക്ക് കത്തോലിക്കയായിട്ട് മാംസം മുക്കി കത്തോലിക്കയായിട്ട് വളരാനുള്ള അവസരം കൊടുക്കും കുഞ്ഞിന്. അതേസമയം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ മിക്സ്ഡ് മാരേജ് ആദ്യം കത്തോലിക്കനായിട്ട് കല്യാണം കഴിക്കുക, രണ്ടാമത്തത് മിക്സ്ഡ് മാരേജ് ആയിട്ട് അനുവാദം വാങ്ങിച്ച് കല്യാണം റെഗുലറൈസ് ചെയ്യുക. ഇതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന കത്തോലിക്ക നിൽക്കണമെങ്കിൽ അയാളായിട്ട് ബന്ധം ഉപേക്ഷിച്ച് ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുട്ടികളായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾക്ക് കിട്ടും. അല്ല, ഇപ്പോൾ രജിസ്റ്റർ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർ കൂടി താമസിക്കുന്നതിന് തുല്യം മാത്രമല്ലേ ഉള്ളൂ. വിശ്വാസം കൂടി താമസിക്കുന്നത് തെറ്റാണല്ലോ. അതെ, തെറ്റാ. അപ്പൊ അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സഭാപരമായിട്ട് വിവാഹം നടത്താതെ രജിസ്റ്റർ വിവാഹം നടത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ മുമ്പിൽ തെറ്റാണ്. അതാണ് ഈ പ്രശ്നം. ഇപ്പോൾ അവൾക്ക് കുർബാന സ്വീകരിക്കാനൊക്കെ പറ്റാത്തതിന് കാരണം അതാണ്. ബന്ധവസ്തകാരൻ കല്യാണം കഴിച്ചത് മാത്രമല്ല, വിവാഹം നമ്മുടെ സഭ അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഇവർക്ക് ഈ 4 വഴികളിൽ ഏതെങ്കിലും ആദ്യത്തെ 2 വഴിയാണ് കുറച്ചും നല്ലത്. അവര് അദ്ദേഹം കൂടെ വിശ്വാസത്തിലേക്ക് വരിക, കുടുംബമായിട്ട് ആദ്യത്തേത്. രണ്ടാമത്തത് അതിന് പറ്റില്ലെങ്കിൽ അവള് കത്തോലിക്കായിട്ട് ജീവിച്ചോട്ടെ, ഞാൻ ബന്ധവസ്തകാരൻ ജീവിച്ചോളാം, വിവാഹം ഞങ്ങൾക്ക് പള്ളിയിൽ വെച്ച് നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ വെച്ചാൽ, 2 പേരും അപേക്ഷ വെച്ചാൽ ബിഷപ്പ് ഹൗസിന് അനുവാദം കിട്ടും. പക്ഷെ അത് ഓൺ കണ്ടീഷൻ ദാറ്റ് മിക്സ്ഡ് മാരേജിന്റെ നിബന്ധനകൾ മുഴുവനും കത്തോലിക്ക പാർട്ടി ബന്ധവസ്തുകാരനെ അംഗീകരിക്കണം, പാലിക്കണം. അത് കഴിഞ്ഞാൽ മാംസം കൊടുക്കും കുട്ടികൾക്ക്. ഇനി അതല്ല, ഇയാൾ അതിന് തയ്യാറുമല്ല, ഇവൾക്കാണെങ്കിൽ കത്തോലിക്ക വിശ്വാസമായിട്ട് പ്രധാനപ്പെട്ടതാണെങ്കിൽ ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ അവൾക്ക് ഒരു മാപ്പ് ചോദിച്ച് എഴുതി കഴിഞ്ഞാൽ അനുവാദം കിട്ടും. എത്രയോ വിശാലമായിട്ടാണ്, എത്രയോ അനുകമ്പയോടെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവസാന നിമിഷം വരെ പലതരത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന് സഭ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഈ സാധ്യതകളെല്ലാം അവരുടെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ടല്ലോ. ഇവർ വളരെയധികം ദുഃഖിച്ചാണല്ലോ കത്തെഴുതിയേക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഞാൻ വളരെയധികം ആശ്വാസമായി കാണുമെന്ന് ഞാൻ വിശ്വാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇവളുടെ എഴുത്തിൽ നിന്ന്. നന്ദി പിതാവേ. അതോടൊപ്പം അടുത്തൊരു കത്തും ഇതിനോട് ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട കത്ത് തന്നെയാണ്. കത്തെഴുതിയിരിക്കുന്നൊരു ചാക്കോ ലോറൻസ് ആണ്. അദ്ദേഹം വൈക്കത്ത് നിന്ന് എഴുതുന്ന ഒരു കത്താണ്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം സഭയുടെ ആചാരപ്രകാരം അവരുടെ ഇടവക പള്ളിയിൽ വെച്ച് നടന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. സഭാ കോടതിയിൽ നിന്നും കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചനം കിട്ടി പെൺകുട്ടിക്ക്. പിന്നീട് പത്രത്തിൽ കണ്ട പരസ്യപ്രകാരം രജിസ്റ്റർ കല്യാണം നടത്തി. വരൻ ക്രിസ്ത്യാനിയും കത്തോലിക്കനുമാണ്. അദ്ദേഹം കുടുംബ കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടിയ ആളുമാണ്. സഭാ കോടതിയിൽ നിന്നും വിവാഹമോചനം കിട്ടിയിട്ടില്ല. ഈ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടിയെ ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് മാമോദീസ നൽകി ലൂയിസ് എന്ന് പേര് വിട്ടിട്ടുണ്ട്. കുമ്പസാരം, കുർബാന സ്വീകരിക്കാൻ, ഇവയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിനാൽ മാനസികമായി മകൾക്ക് വലിയ വിഷമമുണ്ട്. സഭയുടെ ആചാരപ്രകാരം വിവാഹം നടത്തണമെന്ന് 2 പേർക്കും ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പരിപാടിയിലൂടെ ഒരു ഉപദേശം തരാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതില് വളരെ സിമ്പിളായുള്ള കാര്യമാണ്. മകൾ ലിൻസിക്ക് ആദ്യത്തെ വിവാഹത്തിൽ നിന്ന് സഭാപരമായിട്ടും സിവിൽപരമായിട്ടും കുടുംബ കോടതിയിൽ നിന്നും വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലിൻസിയുടെ ഇപ്പോഴത്തെ ഭർത്താവിന് ആദ്യത്തെ ഭാര്യയിൽ നിന്ന് സഭാപരമായിട്ട് കിട്ടിയിട്ടില്ല, സിവിൽ കോടതിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
ഇത് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള വിവാഹം ഈ ഭർത്താവ് എവിടെ വെച്ച് നടന്നെങ്കിൽ അവിടുത്തെ രൂപത അധ്യക്ഷന് അദ്ദേഹത്തിന്റെ വികാരിച്ചന്റെ ശുപാർശയോട് കൂടിയിട്ട് അപേക്ഷ വെക്കുക. വിവാഹം നടന്ന സാഹചര്യം, പരാജയപ്പെട്ട സാഹചര്യം, അതുപോലെ തന്നെ വിവാഹം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യം ഒക്കെ എഴുതിയിട്ട് ഇത്രയും നേരത്തെ സഭാ കോടതിയെ സമീപിച്ച് അവര് പ്രൊസീജിയർ നടത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം റെഗുലറൈസ് ചെയ്യാം. ഇവരുടെ ഇപ്പോഴത്തെ വിവാഹം ക്രമപ്പെടുത്തണമെങ്കിൽ ഇയാൾക്ക് സഭാപരമായിട്ട് കൂടി ഈ ഭർത്താവിന് വിടുതൽ കിട്ടണം. അതിന് അദ്ദേഹം സ്വന്തം ഇവര് ഇപ്പോൾ താമസിക്കുന്ന ഇടവകയിലെ ആദ്യത്തെ വിവാഹം, അതെ, ആദ്യത്തെ വിവാഹം നടന്നത് എവിടെയാണെങ്കിൽ ആ ഇടവക ഉൾക്കൊള്ളുന്ന രൂപത കോടതിയിലേക്ക് അപേക്ഷിക്കണം. അപേക്ഷ കൊടുക്കേണ്ടത് വികാരിച്ചനിലൂടെയാണോ? വികാരിച്ചൻ റെക്കമെൻഡ് ചെയ്യണം. അതെ, ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഇടവകയിലെ വികാരിച്ചൻ റെക്കമെൻഡ് ചെയ്യും. അദ്ദേഹം എന്നിട്ട് അദ്ദേഹം തന്റെ ഒറിജിനൽ ആദ്യത്തെ വിവാഹം നടന്ന രൂപതയിലെ വിവാഹ കോടതിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ വിളിക്കും, അതിന് സഹകരിച്ചാൽ മതി. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെയും വിളിക്കുമ്പോഴൊക്കെ കൃത്യസമയത്ത് ചെന്ന് പെട്ടെന്ന് തീർക്കാനായിട്ട് സഹകരിക്കാൻ പറയണം. രണ്ടു കൂട്ടരും. ഒരു കൂട്ടർ വൈകി അത്രയും വൈകും. പിന്നെ എങ്കിലും ഇത് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമല്ല. ഇത് നടത്തി കഴിഞ്ഞാൽ റെഗുലറൈസ് ചെയ്താൽ പിന്നീട് ഇവർക്ക് ശരിയായ വിവാഹ ജീവിതത്തിലേക്ക് വരാനും വിശുദ്ധത്തോളം കാലം ഈ പറഞ്ഞ കാത്തലിക് ഒരു സാക്രമെന്റൽ ആയിട്ടുള്ള ഒരു അഫിനിറ്റി ഉണ്ടാവില്ല. മറ്റൊരു കത്ത്, ഇത് കോഴിക്കോട് നിന്നും അഗസ്റ്റിൻ എഴുതുന്ന ഒരു കത്താണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനകത്തെ ഉള്ളടക്കം. ആദ്യത്തെ ഒരു കത്തിന്റെ അദ്ദേഹം പറയുന്ന ഇതാണ്: കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന ഒരു വിവാഹം. വരൻ കത്തോലിക്കനും വധു മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയുമാണ്. ആദ്യം വധുവിന്റെ മതാചാര പ്രകാരം വിവാഹം നടത്തുകയും പിന്നീട് അത് പള്ളിയിൽ വെച്ച് ആശീർവദിക്കുകയും ചെയ്തു. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ വൈരുദ്ധ്യം പ്രശ്നമാകാതിരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് സഭ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് മതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള കല്യാണം നമ്മൾ സാധാരണ അത് കുദാശയില്ലാത്തതിന്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. ലാസ്റ്റ് റിസോർട്ട് കത്തോലിക്കനായിട്ട് രണ്ടുപേരും കത്തോലിക്കനായിട്ട് വിവാഹം റെഗുലറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വിവാഹം നടത്താനായിട്ട് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് നമ്മൾ സാധാരണ ഡിസ്പാറ്റീവ് കൾട്ട് മതാന്തര വിവാഹം അനുവദിക്കാറുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിലുണ്ട്, മതാന്തര വിവാഹം. അത് ലാസ്റ്റ് റിസോർട്ടാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ആ വിവാഹം കുദാശയല്ല എന്നുള്ളതാണ്. അപ്പോ വധുവിന്റെ മതാചാര പ്രകാരം കല്യാണം നടത്തിയെന്ന് പറയുന്നത് ദാറ്റ് മാരേജ് ഇസ് ഇൻവാലിഡ്, അസാധുവാണത്. ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ അത് അസാധുവാണെന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന്റെ സാമൂഹ്യപരമായിട്ടുള്ള ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞവര് രൂപത കാര്യാലയത്തിൽ വന്നിട്ട് പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ട് വീണ്ടും പള്ളിയിൽ വെച്ച് ഡിസ്പാറ്റീവ് കൾട്ട് നടത്തി കാണണം. അപ്പോ ഒരുപക്ഷെ അത് റെഗുലർ ആണ്. അപ്പോൾ സഭ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയ്ക്ക് ആവശ്യത്തിൽ നടത്തി കൊടുക്കും. അങ്ങനെ നടത്തി കൊടുക്കുമ്പോൾ അത് ഒരിക്കലും ഒരു കൗദാശികമല്ല. സഭ അത് അംഗീകരിക്കുന്നില്ല. നിയമം അനുവാദം വാങ്ങിച്ചിട്ട് കല്യാണം പള്ളിയിൽ വെച്ച് ഡിസ്പാറ്റീവ് കൾട്ടായിട്ട് നടത്തിയ പോലും സഭ അംഗീകരിക്കുന്നു. പക്ഷേ അതൊരു കുദാശയല്ല, അതിനൊരു സിവിൽ മാരേജിന് ഇഫക്റ്റ് ഉള്ളൂ. പക്ഷേ പിതാവ്, ഇതിനകത്ത് ശരിക്കും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയ്ക്കാണെങ്കിൽ പോലും ആദ്യം വധുവിന്റെ മതാചാര പ്രകാരം പോകാൻ നടത്തി എന്നതിൽ തെറ്റാണ്. ആ വരൻ നമ്മുടെ വിശ്വാസത്തിലും ആഴപ്പെടുകയോ അല്ലെങ്കിൽ ആ ബോധ്യമുള്ള മനുഷ്യനോ വളരെ ഗൗരവമായ തെറ്റാണ്. അതുകൊണ്ടാണ് അത് സഭ അംഗീകരിക്കാൻ പറ്റില്ല ഇൻവാലിഡ് മാരേജ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് രണ്ടാമതും പള്ളിയിൽ വെച്ചൊരു വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യത്വം മാനുഷികമായിട്ട് ചിന്തിക്കണമെന്ന് പറയുന്ന കൂട്ടത്തില് വരുമ്പോ അവരനുവാദം വെച്ചു, അവളിങ്ങോട്ട് ചേരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോ അവർ രണ്ടുപേരെയും അല്ലെങ്കിൽ ആ കുടുംബം നശിപ്പിക്കാൻ പള്ളിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അറ്റ കൈയിട്ട് നമ്മൾ അനുവാദം കൊടുക്കും. ഈ വാക്കാണ് ശരിയില്ല, അഡ്ജസ്റ്റ്മെന്റ്. അത്രേ പറ്റുള്ളൂ. അതില് ആ കുട്ടി കൂടി ചേർന്നിട്ടാണ് പള്ളിയിൽ വന്ന് കൊണ്ട് കല്യാണം കഴിച്ചതെങ്കിൽ ദെൻ ദ സീരിയസ്നെസ് ബിക്കംസ് ലെസ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ മതാചാരപ്രകാരം നടത്തി. റിയലൈസ്ഡ് ആൻഡ് ഷീ ജോയിൻ ദ ചർച്ച്. അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ സാക്രമെന്റലായിട്ട് റെക്ടിഫൈ ചെയ്യാം. അപ്പോഴവിടെ പ്രശ്നമൊക്കെ ഉണ്ട്. സ്കാൻഡൽ ടു ദ സൊസൈറ്റി, ടു ദ ഡയസീസ് അല്ലെങ്കിൽ ടു ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ ദിവസം നടത്താനൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. എങ്കിലും ദാറ്റ് ബിക്കംസ് സാക്രമെന്റ്. അവളിങ്ങനെ ചേർന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ രീതി അഡ്ജസ്റ്റ്മെന്റ് തന്നെയുള്ളൂ. കണ്ണിൽ പൊടിയിടാനായിട്ട് പള്ളിയിൽ വന്ന് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇൻ ഇഫക്ട് ദ സെയിം. കാരണം കൂതാശയല്ല. കുദാശയല്ല. പള്ളി വെച്ച് നടത്തിയെന്നോർത്ത് അത് കുദാശയാകുകയില്ല. ഇല്ല, കുദാശ ആകണമെങ്കിൽ ആ കുട്ടി മറ്റു സമുദായത്തിൽപ്പെട്ട കുട്ടി മാമോദീസ സ്വീകരിച്ചും സഭയിലേക്ക് ചേരണം. 2 മാമോദീസ സ്വീകരിച്ചവർ കൂടുമ്പോഴാണ് ദാറ്റ് ബിക്കം സാക്രമെന്റ്. താങ്ക് യു പിതാവേ, വളരെ ക്ലിയർ ആണ് ഉത്തരം. പിതാവേ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം കുടുംബക്കല്ലറയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ 50 വർഷം മുമ്പ് ഈ അടുത്ത നാളിൽ ഇടവക പള്ളിയിൽ ഒരു അറിയിപ്പുണ്ടായി അദ്ദേഹത്തിന്റെ ഇടവകയിൽ. അതിങ്ങനെയാണ്: വൈദികൻ നൽകിയ അറിയിപ്പ് പ്രകാരം 50 വർഷം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കുടുംബക്കല്ലറ അത് പള്ളിക്ക് തിരിച്ചേൽപ്പിക്കണം. ഒരു കുടുംബത്തിൽ പിതാവ്, മാതാവ്, അവരുടെ കൂടെ നിൽക്കുന്ന മകൻ, മരുമകൾ എന്നിവരെ മാത്രമേ അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ കല്ലറ വാങ്ങുമ്പോൾ ആ പ്രദേശത്ത് സെന്റിന് 25,000 രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് 6 അടി മണ്ണിന് 25,000 രൂപ പള്ളി ഈടാക്കിയിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വിദേശത്ത് താമസിക്കേണ്ടി വന്നതിനാൽ കുടുംബത്തിൽ എൻ്റെ സഹോദരനാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ കുടുംബത്തിലുള്ള ഒരു സഹോദരനെയും മാത്രമേ അടക്കാൻ പറ്റുകയുള്ളൂ എന്നത് ന്യായമാണോ? ഞങ്ങൾക്ക് ഈ തെറ്റായ തീരുമാനത്തിനെതിരെ സിവിൽ കോടതിയെ സമീപിക്കേണ്ടി വരും. ഞങ്ങൾ കല്ലറ വാങ്ങിച്ചപ്പോൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ അറിയിച്ചിരുന്നുമില്ല. ഞങ്ങളുടെ ഇടവകയിൽ ഇതിനു മുമ്പ് മരിച്ച പലരെയും ഒരു കുടുംബത്തിൽ തന്നെ കുടുംബ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. ഇതുവരെയും യാതൊരു തടസ്സങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് മനുഷ്യരെ കളിപ്പിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. ഇതില് ഈ കല്ലറകളെ സംബന്ധിച്ചുള്ള നിയമാവലി കോൺട്രാക്ട്, ഇടവപ്പള്ളിയും ഒരു കുടുംബവുമായിട്ട്, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ആരാണെങ്കിൽ ആ കുടുംബവുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് യഥാർത്ഥത്തിൽ കല്ലറകളെ സംബന്ധിച്ചുള്ളത്. പിന്നെ കുടുംബക്കല്ലറയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പൈസ അടയ്ക്കുമ്പോൾ ഈ കല്ലറയുടെ ആരൊക്കെ അടക്കണം എന്ന് പ്രത്യേകം കക്ഷിയിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് അത് ഫയൽ ചെയ്യണം. സാധാരണഗതിയിൽ അവസാനത്തെ ആളെ അടക്കിയിട്ട് 25 വർഷം, 2000-ന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് നിയമാവലി വന്നതനുസരിച്ച് 2000-ന് പക്ഷേ 25 വർഷമാണ്. ഈ 50 വർഷത്തിന്റെ കാര്യം പറഞ്ഞത് അന്ന് അദ്ദേഹം പൈസ അടയ്ക്കുന്ന സമയത്ത് കാലാവധി 50 വർഷം ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ 50 വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തേതനുസരിച്ച് സ്ഥിരം കല്ലറയ്ക്കും സ്ഥിരം കല്ലറയ്ക്ക് 25 വർഷമുള്ളൂ. അപ്പൊ കുടുംബക്കല്ലറ എന്ന് പറയുമ്പോൾ അപ്പൻ, അമ്മ, അതുപോലെ തന്നെ ആൺമക്കള്, അവരുടെ ഭാര്യമാര്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികള്, അവരാണ് സാധാരണഗതിയിൽ കുടുംബക്കല്ലറയ്ക്ക് അർഹതപ്പെട്ടവർ. അത് എത്ര ആൺമക്കളുണ്ടെങ്കിലും അത്ര ഇടവകയിലാണ് താമസിക്കുന്നെങ്കിൽ അത്ര ആൺമക്കളും അവരുടെ ഭാര്യമാരും അവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ പറഞ്ഞവര് ഇംഗ്ലണ്ടിലല്ല, അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ഇവിടെയല്ല, ബോംബെയിലാണ്, എവിടെയാണെങ്കിലും ഈ അവകാശം അവർക്കുണ്ട്. ഇടവകയിൽ ഇല്ലാത്തതിന്റെ പേരിൽ അവകാശം നിഷേധിക്കാൻ പാടില്ല. കാരണം ഇവരൊക്കെ മരിക്കുന്നത് വേറെ ഏത് ഭാഗത്താണെന്ന് എഴുതി വെച്ചിട്ടൊന്നുമല്ല കല്ലറ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞവർക്കുള്ള അവകാശം അന്ന് ഇടവപ്പള്ളി കോൺട്രാക്ട് എഴുതുമ്പോൾ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടോ അവരൊക്കെ എവിടെയാണെങ്കിലും അവരെ കൊണ്ട് അടക്കാനുള്ള അവകാശം ആ കുടുംബത്തിനുണ്ട്. വിഷയമല്ലത്. ആ കുടുംബക്കല്ലറയ്ക്കുള്ള അവകാശം അവർക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്ര വർഷം കഴിയുമ്പോൾ 50 വർഷം കഴിഞ്ഞവരൊക്കെ തിരിച്ചു വാങ്ങിക്കുമെന്ന് പറയുന്ന അർത്ഥമില്ല. 50 വർഷം കഴിയുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ അന്നത്തെ 50 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് സ്ഥിരം കല്ലറയ്ക്ക് എത്രയാണോ അതിന് നിശ്ചിത ശതമാനം, അങ്ങനെ സാധാരണ രൂപത കാര്യാലയത്തിൽ പറയാം, ആ ശതമാനം അടച്ചാൽ പിന്നെ വീണ്ടും പുതുക്കാം, വേണമെങ്കിൽ പുതുക്കാം. ഇപ്പൊ കുടുംബക്കല്ലറയ്ക്ക് ഇത്രയാണ്. ഇപ്പൊ കുടുംബക്കല്ലറയാണെങ്കിൽ കുടുംബക്കല്ലറയുടെ അവസാനത്തെ ആ വർഷം ആളെ വെച്ചതിന് ശേഷമുള്ളതുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാം. ആ സമയത്ത് അവസാനത്തെ ആള് മരിച്ചിട്ട് 25 വർഷമാണ് കാലാവധിയെങ്കിലും 25 വർഷം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ അത് പുതുക്കാം. ആ സമയത്ത് ആ കല്ലറാണെങ്കിൽ ആ സമയത്ത് എത്രയാണ് കുടുംബക്കല്ലറയ്ക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ചെയ്താൽ മതി. ആ തുക അടയ്ക്കണം. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം നിശ്ചയിച്ചിട്ട് രൂപത കാര്യാലയത്തിൽ അംഗീകാരം കിട്ടിയതിന് ശേഷമേ കല്ലറകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാനും ഒക്കെ പാടുള്ളൂ. അതിന് പ്രത്യേക നിയമാവലി ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന്. രണ്ടാമത്, ഇതിൽ കുടുംബക്കല്ലറയ്ക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കക്ഷി അവസാനത്തെ പാർട്ടി മരിക്കുന്നത് വരെ ആ ആൾ എവിടെയാണെങ്കിലും കൊണ്ടടക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ കാലാവധിക്കുള്ളിലാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അടക്കി കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും. അതല്ല പിതാവേ, ഇപ്പൊ ഒരാൾ അവകാശിയായി ഒരാളുണ്ട്, പക്ഷെ 25 വർഷം ഈ കാലാവധിക്കുള്ളിൽ അവസാനത്തെ ആരാണ് അവകാശിയെങ്കിൽ അവസാനത്തെ അവകാശി
ഇത് അടക്കം ചെയ്തിട്ട് 50 വർഷം കല്ലറയ്ക്ക് പൈസ അടച്ചപ്പോ 50 വർഷം കാലാവധിയെങ്കിൽ 50 വർഷം, ഇപ്പോഴാണെങ്കിൽ 25 വർഷം. അവസാനത്തെ ആൾ അടക്കിയിട്ട് 25 വർഷം കഴിയുമ്പോഴേ ആ കുടുംബ കല്ലറയുടെ അവകാശം അവസാനിക്കുന്നേ ഉള്ളൂ. അവസാനത്തെ ആളെ അടക്കിട്ട്, അല്ലാതെ എഗ്രിമെന്റ് ചെയ്ത സമയത്തോട്ട് 25 വർഷമല്ല. അത് സ്ഥിരം കല്ലറയാണെങ്കിൽ ആ വ്യക്തി ഒരാള് മാത്രം അടക്കുന്ന സ്ഥിരം കല്ലറ ഉണ്ടല്ലോ, അത് 50 കൊല്ലം തിരിക്കുള്ള കല്ലറയാണെങ്കിൽ 50 കൊല്ലം കഴിയുമ്പോൾ 25 വർഷം ഉള്ളോ എന്നുള്ള കാലാവധി തുടങ്ങി അന്ന് അതിനുശേഷമാണ് പൈസ അടച്ചതെങ്കിൽ 25 വർഷം ആ ആളെ അടക്കിയിട്ട് 25 വർഷം അടക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടല്ല അടക്കിയിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് അവകാശം നഷ്ടപ്പെടുകയുള്ളൂ. അതെല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സിവിൽ അതോറിറ്റീസിന്റെ അടുത്തൊക്കെ പോയി കോടതിയിലൊക്കെ പോയിട്ട് വഷളാകാതെ ഇരിക്കുന്നതൊക്കെ നല്ലത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അവർ എത്രയും നേരത്തെ വിചാരിച്ചുകൊണ്ട് സംസാരിക്കുക. എന്നിട്ട് അതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ എത്രയും നേരത്തെ ബിഷപ്സ് ഹൗസിൽ പോയിട്ട് അതിന് പരിഹാരം കണ്ടെത്തുക. അല്ലാതെ വെറുതെ സിവിൽ കോടതി പോയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നല്ലത്. പിതാവേ, വളരെയധികം നന്ദി. പ്രത്യേകിച്ചും നമ്മൾ ഒരു വിശ്വാസി അവൻ്റെ അനുദിന ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയേറെ സംഘർഷം അനുഭവിക്കുന്ന അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും വിവാഹം പോലെയുള്ള വളരെ ഗൗരവമായ കാര്യങ്ങളിൽ വരുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം അത്തരത്തിലുള്ള വളരെ ജീവിതത്തോട് വളരെ തൊട്ടു നിൽക്കുന്ന വിഷയങ്ങളായിരുന്നു. പിതാവ് സഭയുടെ പഠനങ്ങൾ അത് എത്രമാത്രം ആർദ്രവും കരുണയോടെയുമാണ് സഭ വ്യക്തികളെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി നൽകി. ഞാൻ വിചാരിക്കുന്നു ഇത് ഈ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അയച്ചവർക്ക് മാത്രമല്ല, അനേകർക്ക് അത് ഉപകാരമായിരിക്കുമെന്ന്. വളരെയധികം നന്ദി. ഉത്തരം പരിപാടി അനേകർക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഓരോ ചോദ്യങ്ങളും ഞങ്ങളെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എഴുതണം. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം. നന്ദി.